ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൽസീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മുടിക്ക് വേണ്ടി ഒരു എണ്ണ കാച്ചാൻ പോവാ. അപ്പോൾ അതിന്റെ കൂട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അതേ നമ്മുടെ ആലോവേര സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലത്തെ പഴുപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംല നെല്ലിക്കയുടെയും നമ്മൾ കുരുവൊക്കെ മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഇതേ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഈ ചെമ്പരത്തി അതും നമ്മൾ ഇങ്ങനെ ഇതളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഗ്രീൻ സ്റ്റെം ഒന്നും നമുക്ക് വേണ്ട. പിന്നെ നമ്മുടെ കറിവേപ്പിലയും നമ്മൾ സ്റ്റെമ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിക്കകത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി അത് അരച്ചെടുത്തോണ്ട് വരാം. ആദ്യം നമുക്ക് നമ്മുടെ ആലോവേരയും നെല്ലിക്കയും കൂടി അരച്ചെടുക്കാം. ഒരിച്ചിരി പോലും വെള്ളമൊന്നും നമ്മൾ ഇതിൽ ചേർക്കാൻ പാടില്ല അരയ്ക്കാൻ നേരത്ത്. ഇത് അരച്ചോണ്ട് ഇനി വരാവേ. ഇതേ നമ്മുടെ ആലോവേരയും ആംലയും നെല്ലിക്കയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് ഈ ഹെബിസ്കസും ചെമ്പരത്തിയും അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കുറച്ച് അരച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കറിവേപ്പിലയും ചെമ്പരത്തിയും മാത്രം നമ്മൾ അതുമായിട്ട് അരയ്ക്കാൻ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് അരയില്ല. പിന്നെ നമുക്കൊട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഈ പഴുപ്പിൽ തന്നെ ഈ നമ്മൾ നെല്ലിക്കയും അലോവേര അരച്ച ഈ പഴുപ്പിൽ തന്നെ നമ്മൾ ഈ ചെമ്പരത്തിയും കറിവേപ്പിലയും കുറച്ചിട്ട് അരച്ചെടുക്കാം. അപ്പൊ അത് ആദ്യത്തെ സെറ്റ് നമ്മൾ ചെമ്പരത്തിയും കറിവേപ്പിലയും ഇട്ട് അരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെഡിഷ് കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ബാക്കിയും കൂടി നമുക്ക് ഫുൾ ഇങ്ങനെ ഇട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം. ദേ നമ്മൾ ഫുള്ള് ആലോവേരയും നെല്ലിക്കയും കറിവേപ്പിലയും നമ്മുടെ ഹെബിസ്കസും ചെമ്പരത്തിയും എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും അരയ്ക്കാം കേട്ടോ. എല്ലാം സാധനവും സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ അരയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നെല്ലിക്കയുടെയും അലോവേരയുടെയും കൂടെ ഇട്ട് നമ്മുടെ ചെമ്പരത്തിയും കറിവേപ്പിലയും ഇട്ട് അരച്ചത്. ഇത് ഒരരപ്പിലല്ല പല പ്രാവശ്യമായിട്ട് അരച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് അത് ഫുള്ള് ഇതിനകത്ത് കൊണ്ടു എന്ന് വെച്ചാൽ നമ്മൾ ഇടുമ്പോഴത്തേക്കിന് അത് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി നമുക്ക് തോന്നും. പക്ഷെ അത് അരഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇത്രയൊക്കെ കാണത്തുള്ളൂ. ഇനി നമുക്ക് എണ്ണ കാച്ചാം. അപ്പൊ ഇത് അരച്ചെടുത്തത് ഇത്രയും സാധനമുണ്ട്. ഇനി നമ്മൾ ഇത് ഉരുളിക്കകത്ത നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അഥവാ നമ്മൾ ഇരുമ്പിന്റെ ചീൻചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ഇവിടെ ഉരുളിക്കകത്ത ഉണ്ടാക്കാൻ പോണേ. 1 കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നത്, അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും. നമുക്ക് ഈ അരച്ചു വെച്ചേക്കുന്നതും കൂടി ഇന്നോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇനി കുറച്ച് നേരത്തേക്കിന് ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്.
പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ അരച്ചു വെച്ചേക്കുന്ന സാധനമൊക്കെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ തിളച്ചതിന് ശേഷം ആ സാധനമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ അരച്ചു വെച്ചേക്കുന്ന ഈ സാധനമൊക്കെ പെട്ടെന്ന് കരിയുകയും ചെയ്യും. അത് മാത്രമല്ല അതിന്റെ സത്തൊന്നും അതിനകത്തോട്ട് ഇറങ്ങത്തുമില്ല. അതേസമയം നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ഫുള്ള് സത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ തിളച്ച് അതിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് ആവുകയും ചെയ്യും, നന്നായിട്ട് പെട്ടെന്ന് കരിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന സാധനം എല്ലാം ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഇപ്പൊ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് 2-3 കുരുമുളകും കൂടി, നമ്മൾ ഫുള്ളായിട്ടുള്ള കുരുമുളകും കൂടി, അല്ലാതെ പൊടിയൊന്നും അല്ല, കുരുമുളക് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് എന്നാത്തിനാ ഇടുന്നെന്ന് വെച്ചാൽ നമുക്ക് പനിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇടുന്നത്. പിന്നെ 2-3 കുരുമുളക് മാത്രമേ ഇടാവൂ, അല്ലാതെ കൂടുതലൊന്നും ഇട്ടേക്കരുത്. ഇട്ടില്ലെങ്കിൽ സാരമില്ല, ചിലപ്പോൾ കൂടുതലായി പോയാൽ ചിലപ്പോൾ മുടിയും കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. കുഞ്ഞിലെ തൊട്ട് ഞാൻ ഈ കാച്ചി എണ്ണയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മമ്മി എനിക്ക് ഇതായിരുന്നു എപ്പോഴും യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പം ഞാനും ഇപ്പം അത് പഠിച്ചു. ഇപ്പം ഞാനും അത് ഉണ്ടാക്കാൻ പഠിച്ച് ഞാനിപ്പം തന്നെത്താനെ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഹെയറിനും ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഇത് ഷെയർ ചെയ്യാമെന്ന് വെച്ചു, ഇതിന്റെ ഒരു കൂട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചു. നമ്മുടെ എണ്ണ പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടി എടുക്കും. കൈ വിടാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അച്ഛ മെനക്കേടാ, പക്ഷെ നമ്മുടെ മുടിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് ചെയ്താൽ മതി. നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതിനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാം. കൂടുതൽ മൂത്ത് പോകാൻ പാടില്ല, മൂത്ത് പോയാൽ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് മൂക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്തേക്കണം. നമ്മളിത് തണുത്തതിന് ശേഷം നമ്മൾ ഈ കക്കനൊക്കെ മാറ്റിയിട്ട് നമ്മൾ തെളിയായിട്ടുള്ള എണ്ണ മാത്രം നമുക്ക് അരിച്ചെടുക്കാം. അപ്പൊ അതേ നമ്മുടെ എണ്ണയൊക്കെ തണുത്തു. ഇനി നമുക്കിത് ഇതിന്റെ കക്കനൊക്കെ മാറ്റി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിപ്പ മാറ്റി എന്നിട്ട് ഒരു വൈറ്റ് നല്ലൊരു തുണിയാണ് എടുത്തേക്കുന്നത്. കാരണം അരിപ്പയിൽ നമ്മൾ അരിച്ചിട്ട് അങ്ങനെ എണ്ണ ഫുള്ള് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ തുണിയിൽ അരിക്കാന്ന് വെച്ചു. നമ്മുടെ എണ്ണ വിഴിഞ്ഞെടുത്തതിന്റെ ബാക്കി കൊന്താണിത്. ഇത് നമ്മുടെ കയ്യിലും കാലിലും ദേഹത്തിലും ഫുള്ള് തേച്ചൊക്കെ കുളിക്കാനൊക്കെ നല്ല ഒരു സാധനമാണ്. ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ദിവസത്തേക്കിനൊക്കെ നല്ലതാണിത്. നമ്മുടെ തുണിയിൽ വിഴിയുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആദ്യമേ ഞങ്ങള് അരിപ്പയിലാണ് വിഴിഞ്ഞത്, പക്ഷെ അത് ശരിയായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ തുണി എടുത്തത്. അതിലാകുമ്പോൾ ഒരു ഇച്ചിരി പോലും എണ്ണ ബാക്കി വരത്തില്ല. ആ തുണിയുടെ കളർ ഒന്ന് നോക്കിക്കുക, നല്ല റെഡ് കളറ്. അതാ നമ്മുടെ ചെമ്പരത്തിയുടെ കളറൊക്കെയാ, നല്ല മണമുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ഫുള്ള് അരിച്ചെടുത്തിട്ടുണ്ട്. ആ കളറൊക്കെ കണ്ടോ എണ്ണയുടെ? ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.